പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും അതുപോലെ റിലേഷൻഷിപ്പ് കൗൺസിലറുമായ ജോൺ ഗ്രേ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണിത്. അതിൽ ആണുങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് എങ്ങനെയാണ്, അവരുടെ ഇമോഷണൽ രീതികൾ എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ സ്ത്രീകളുടെ ചിന്തകൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഈ പുസ്തകം ബേസിക്കലി അദ്ദേഹം എഴുതിയത് ഈ മാരേജസിലുണ്ടാകുന്ന ഫ്രിക്ഷൻസ് പലപ്പോഴും അവരുടെ ഒരു ചിന്താഗതികളും അവരുടെ സൈക്കോളജിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. അതിൽ ഞാനിപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ, അത് പുസ്തകത്തിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നൊരു കാര്യമാണ്. സ്ത്രീകൾ പലപ്പോഴും അവരുടെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് അവരുടെ പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോടോ ഒക്കെ സംസാരിക്കുന്നത് അവർക്കൊരിക്കലും ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവർക്കതൊന്ന് പറഞ്ഞ് ആശ്വസിച്ച് അതങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ദേ ജസ്റ്റ് വാണ്ട് എ ഗുഡ് ലിസണർ. അല്ലാതെ അവർക്കൊരു സൊല്യൂഷൻ അല്ല വേണ്ടത്. പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രശ്നം നമ്മളുടെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്തോ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഇവർ കുറേ സൊല്യൂഷൻസുമായിട്ട് വരും. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് നീ കേട്ടില്ലല്ലോ, ഇത്തരം കുറ്റപ്പെടുത്തലുകൾ വരും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പല കാര്യങ്ങളിലും നമുക്കറിയാമായിരിക്കാം. പക്ഷെ വാട്ട് വി ആക്ച്വലി വോണ്ട് ഇസ് എ ഗുഡ് ലിസണർ. ഒരു നല്ല കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാരി അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഉള്ള സൊല്യൂഷൻസ് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലെ നമ്മളെ കേൾക്കാൻ നല്ലൊരു ലിസണർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.